ഇന്നൊരു സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. കൂന്തൽ റോസ്റ്റ് ഇട്ടാ നല്ല രസത്തിൽ കഴിക്കാട്ടോ, ടേസ്റ്റാണ്. ഇത് തക്കാളി ഒന്നും ചേർക്കാത്തൊരു റോസ്റ്റ് ആട്ടാ. ആദ്യം നമ്മൾ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരിത്തിരി ഉലുവ വറുത്ത പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി സ്പൂണ്, ഇത്തിരി ഉലുവ വറുത്ത പൊടി ഇട്ടാൽ അത് ഇട്ട് ആവശ്യത്തുള്ള ഉപ്പിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. അതൊന്നൊരു അരമണിക്കൂറോളം ഒന്ന് പുറത്ത് വെക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം അത് ഫ്രൈ പാൻ വെക്കുക. ഏകദേശം അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, ഇത്തിരി കറിവേപ്പില ഇട്ടെടുക്കുക. ഏകദേശം നമ്മൾ ഈ കൂന്തലുണ്ടല്ലോ അത് ഇതിൽ കണ്ട് ഇട്ടെടുക്കുക. ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. രസമായിട്ടാ വറുത്തെടുത്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, നല്ല രസം അത്. അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ്സ് അറിയിക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ട. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 3 സവാള ഒരു ഹാഫ് വേവ് ഇതാവാൻ പാടും. ഹാഫ് വേവ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. മുഴുവൻ വേവരുത്. ഉള്ളി കടിക്കാൻ കിട്ടണം നമുക്ക്. പക്ഷേ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ഇട്ടെടുക്കുക. ശേഷം ഒന്ന് വാടി വന്നെന്ന് കഴിഞ്ഞാൽ ഉള്ളി എല്ലാം വാടണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് ഏകദേശം കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ലേസം മസാല, ഇത്തിരി മസാല മതി ഇതിൽ. മറ്റേ നമ്മൾ ഇതിൽ മീൽക്ക് മസാല തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറവ് മസാല മതിയിട്ടാ. ശേഷം ഇതിലേക്ക് പിന്നെ തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിലേക്ക് സോസുകൾ മാത്രം ഒഴിച്ചു കൊടുക്കണം. നല്ല രസമാണ് സോസുകൾ ഒഴിക്കുമ്പോൾ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു രീതിയിൽ ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ഒരിത്തിരി 1 സ്പൂണോളം സോയാ സോസ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഈ സോസുകളൊക്കെ ഒന്ന്. എന്നിട്ട് പിന്നെ ചില്ലി സോസ് ഉണ്ടല്ലോ, ഈ വെളുത്തുള്ളിയും മുളകും കൂടെയുള്ള ചില്ലി സോസ് അത് ഒഴിച്ചെടുക്കുക. നല്ല രസം അതൊക്കെ ഒഴിക്കുമ്പോൾ കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കേട്ടോ. നമ്മൾ തക്കാളീൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ. നല്ല രസമുള്ളൊരു റോസ്റ്റ് കേട്ടോ. എന്തായാലും ഒന്ന് പ്രാവശ്യം ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഈ ഇതാക്കിയ വെള്ളം ഉണ്ടാവില്ല, നമ്മൾ മസാല വെച്ച വെള്ളം അതിൽ കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പോകുന്നത് റോസ്റ്റ് റെഡിയായി. എന്ത് രസമുള്ള റോസ്റ്റ് അറിയാം. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻസൊക്കെ അറിയിക്കിട്ടോ. അടിപൊളിയാണ് കേട്ടോ. കണ്ടാ കണ്ടാൽ